ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ KV സ്മാർട്ട് സ്റ്റഡി. ഭാലുവിനെ ഖേലി ഫുട്ബോൾ എന്ന് പറയുന്ന പാഠം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു. ഇന്ന് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എന്താണ് ഷേർ കെ ബച്ചേനെ പേടിക്ക് ഡാൽ ക്യോം പകടി? എന്താണ് ചോദ്യം? സിംഹത്തിൻ്റെ കുട്ടി വൃക്ഷത്തിൻ്റെ കൊമ്പ് പിടിച്ചിരുന്നല്ലോ, കൊമ്പേ കയറി പിടിച്ചില്ലേ, അതെന്തിനാണ് പിടിച്ചത്? എന്താണ് ഉത്തരം? ഷേർ കെ ബച്ചേനെ ജമീൻ പർ ഗിർനെ സെ ബച്ചിനെ കെ ലിയെ പേടിക്ക് ഡാൽ പകടി ഥി. എന്തോ ജമീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമി, അതായത് മരത്തിൻ്റെ മുകളിൽ നിന്നും താഴോട്ട് വീഴാതിരിക്കാൻ വേണ്ടി, അതായത് ജമീൻ പർ ഗിർനെ സെ ബച്ചേനെ പേടിക്ക് ഡാൽ പകടി ഥി. അതായത് നമ്മുടെ കരടി ചേട്ടൻ കാലുകൊണ്ട് തട്ടിയപ്പോൾ മുകളിലേക്കുയർന്ന സിംഹത്തിൻ്റെ കുട്ടി താഴേക്ക് വീഴും അല്ലെങ്കിൽ ഭൂമിയിലേക്ക് വീഴും എന്ന് അതിന് തോന്നിയപ്പോഴാണ് അതെന്തോ എടുത്തത്, പെട്ടെന്ന് കയറി മരത്തിൻ്റെ കൊമ്പേ കയറി പിടിച്ചത്. മനസ്സിലായല്ലോ? ഓക്കെ, അടുത്തത്. ഷേർ ക ബച്ച ക്യോം ദഹാഡ? സിംഹത്തിൻ്റെ കുട്ടി എന്തുകൊണ്ടാണ് പേടിച്ചത്? എന്താണ്? ഡർക്കെ മാരെ, അത് താഴെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേദനിക്കുമെന്നുള്ള പേടി കൊണ്ടാണ് പെട്ടെന്ന് ദഹാഡായത്, പെട്ടെന്ന് ഞെട്ടിത്തെറിച്ചത് അല്ലേ? ഇനി അടുത്ത എന്താണ്? ഭാലു സാഹിബ് കിസ് ബാത്ത് പർ പശ്തായ? ഏത് കാര്യത്തിലാണ്? ഷേർ കെ ബच्चे को फुटबॉल समझकर उछालने के लिए भालू साहब पछताया क्योंकि उनके कारण उसे चोट लग सकती थी. അതായത് ഭാലു സാഹിബ്, നമ്മുടെ കരടിക്കുട്ടൻ, ഫുട്ബോൾ ആണെന്ന് കരുതി സിംഹത്തിൻ്റെ കുട്ടിയെ ഒന്ന് തട്ടിയായിരുന്നു. അപ്പോൾ തട്ടിയപ്പോൾ അതിന് വേദനിക്കുമെന്ന് കരുതിയപ്പോഴാണ് ആര് സങ്കടപ്പെട്ടത്? നമ്മുടെ കരടിക്കുട്ടൻ സങ്കടപ്പെട്ടത്. അടുത്തത്. ഭാലുവിനെ ക്യോം കഹാ ഓ കിസ് ആപത്ത് മേ ആ ഫസ? നമ്മുടെ കരടിക്കുട്ടൻ പറഞ്ഞു, ഞാൻ വലിയൊരു കുഴപ്പത്തിൽ വന്ന് പെട്ടെന്നാ തോന്നുന്നത് എന്ന് പറയാനുള്ള കാരണം എന്താണ്? എന്തായിരുന്നു കാരണം? ഭാലുവിനെ ഓ ഇസ്ലിയെ കഹാ ക്യോങ്കി ഉസ്നെ സ്വയം കോ മുസീബത്ത് മേ ഫസാ ലിയാ ഥ. സ്വയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് തന്നെ കുഴപ്പത്തിൽ കൊണ്ടിട്ടു. സ്വന്തമായിട്ടല്ലേ തീരുമാനമെടുത്തത് ഫുട്ബോൾ ആണെന്ന് കരുതി അതിനെ തട്ടാവുന്നു. അപ്പോൾ സ്വന്തമായിട്ട് തന്നെയാണ് കരടിക്കുട്ടൻ തീരുമാനമെടുത്തത്. ഷേർ ക ബച്ച ഉസേ ബാർ ബാർ ഉച്ചലിനെ കേലിയെ കഹ് രഹാ ഥ. സിംഹത്തിൻ്റെ കുട്ടി അവൻ്റെ അടുത്ത് എന്തോ പറഞ്ഞിരുന്നു? എന്നെ വീണ്ടും വീണ്ടും മുകളിലേക്ക് ഇങ്ങനെ പൊക്കി എറിയാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഉസേ അനേക് ബാർ ഉച്ചാൽത്തെ ഉച്ചാൽത്തെ ഭാലു thak gaya tha. അവനെ വളരെയധികം പ്രാവശ്യം മുകളിലേക്ക് എറിഞ്ഞെറിഞ്ഞ് ആര് ക്ഷീണിതനായിരുന്നു? ഭാലു ക്ഷീണിതനായിരുന്നു. മനസ്സിലായല്ലോ? ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ ഒരു ഓർഡർ എഴുതണം. എന്താണ് ആദ്യത്തത്? ഭാലുവിനെ ഷേർ കെ ബച്ചേക്കോ ഉചാൽ ദിയ. അടുത്തത് എന്താണ്? ഷേർ കെ ബച്ചേനെ പേടിക്ക് ഡാൽ പകടില്ലി. അടുത്തത് ഭാലുവിനെ ഘർ കി ഓർ ദൗഡ് ലഗായി. നെക്സ്റ്റ് ഭാലു സാഹിബ് സൈർ കോ നികലെ. പിന്നെന്താണ്? ഭാലുവിനെ ഷേർ കെ ബച്ചേക്കോ ലവക്കർ പകള്ളിയ. അപ്പോൾ ഏതായിരിക്കും ആദ്യം വരുന്നത്? ആദ്യം നടന്നത് ഏതായിരിക്കും? ഇതാണ്. എന്താ? ഭാലു സാഹിബ് സൈർക്കോ നികലെ. എന്താ? ഭാലു സാഹിബ് സൈർക്കോ നികലെ. ചുമ്മാതെ വെളിയിലോട്ട് ആദ്യം ആരും ഒന്ന് വന്നായിരുന്നു, കൂടിന് വെളിയിലോട്ട് വന്നതാരായിരുന്നു രാവിലെ? നമ്മുടെ ഭാലു സാഹിബായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ എന്താണ്? ഭാലുവിനെ ഷേർ കെ ബച്ചേക്കോ ഉചാൽ ദിയ. രണ്ടാമത് എന്തോ ചെയ്തത്? സിംഹത്തിൻ്റെ കുട്ടിയെ അവൻ എന്തോ എടുത്തു? മുകളിലേക്ക് എറിഞ്ഞു. പിന്നെന്താണ് അടുത്തത് എന്താണ് നടന്നത്? ഷേർ കെ ബച്ചേനെ പേടിക്ക് ഡാൽ പകള്ളി. മുകളിലേക്ക് എറിഞ്ഞപ്പോഴത്തേന് എന്തോ എടുത്തു? സിംഹത്തിൻ്റെ കുട്ടി മരത്തിൻ്റെ കൊമ്പേ കയറി അങ്ങ് പിടിച്ചു. അടുത്ത എന്താണ്? ഭാലുവിനെ ഷേർ കെ ബച്ചേക്കോ ലബക്കർ പകള്ളിയ. താഴെ വീഴാതിരിക്കാൻ മരക്കൊമ്പ് മുറിഞ്ഞ് താഴേക്ക് വീണുകൊണ്ടിരുന്ന സിംഹത്തിൻ്റെ കുട്ടിയെ ആര് കയറി പിടിച്ചു? മുറുക്ക കയറി ആര് പിടിച്ചു?
ഭാലു കയറി പിടിച്ചു. അടുത്ത എന്താണ്? ഭാലുവിനെ ഘർക്കി ഓർ ദൗഡ് ലഗായി. അതിനുശേഷം എന്തോ സംഭവിച്ചത്? കുറേ നേരം മുകളിലേക്ക് എറിഞ്ഞു കഴിഞ്ഞപ്പം, ക്ഷീണിതനായി കഴിഞ്ഞപ്പം ഭാലു എന്തോ എടുത്തു? അവിടുന്ന് അവൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോയി. മനസ്സിലായല്ലോ? ഇതാണ് അതിൻ്റെ ആ ഓർഡർ. അടുത്തത്, ഭാലു ഷേർ കെ ബച്ചേക്കോ ന പകർത്ത. കരടിക്കുട്ടൻ സിംഹത്തിൻ്റെ കുഞ്ഞിനെ പിടിച്ചില്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? എന്ത് സംഭവിക്കുമായിരുന്നു? ഭാലു ഷേർ കെ ബച്ചേക്കോ ന പകർത്ത तो शेर का बच्चा गिर जाता और उसे चोट लग सकती थी. ഭാലു മുകളിൽ നിന്നും വന്ന ഷേർ ക ബച്ചെ, അതായത് സിംഹത്തിൻ്റെ കുട്ടിയെ പിടിച്ചില്ലായിരുന്നെങ്കിൽ അവൻ താഴെ ഭൂമിയിൽ വന്ന് വീഴുമായിരുന്നു. അവന് ചോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മുറിവുണ്ടാവുമായിരുന്നു. അവനെന്തെങ്കിലും അപകടം പറ്റുമായിരുന്നു. ഷേർ ക ബച്ച 9 2 11 ന ഹോത്ത. ഇത് 9 2 11 ഷേർ ക ബച്ച, സിംഹത്തിൻ്റെ കുട്ടി അവസാനം എടുത്തില്ലേ ഒരു തീരുമാനം, മാലി വരുന്നതിന് മുമ്പ് ഞാൻ അവിടുന്ന് ഓടാവെന്ന്. എന്തായിരുന്നു? ഷേർ ക ബച്ച യദി 9 2 11 ന ഹോത്ത. 9 2 11 എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനവൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോകാമെന്നാണ്. तो माली उसे हर जाने के तौर पर काम करवाता था, जुर्माना भरवाता. എന്തോ ഹർജാന എന്ന് വെച്ചാൽ കോമ്പൻസേഷൻ്റെ ഭാഗമായിട്ട് അവനെ കൊണ്ട് ജോലിയും ചെയ്യിപ്പിക്കുമായിരുന്നു. അവൻ്റെ കയ്യിൽ നിന്ന് ജുർമാന എന്ന് വെച്ച് കഴിഞ്ഞാൽ പിഴ, അവൻ്റെ കയ്യിൽ നിന്ന് പൈസയും മേടിക്കുമായിരുന്നു. ആര്? ആ തോട്ടത്തിൻ്റെ തോട്ടക്കാരൻ. അടുത്ത എന്താണ്? ഫുട്ബോൾക്കോ ഫുട്ബോൾ ക്യോ കഹത്തെ ഹോങ്കെ. ഇത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഫുട്ബോളിന് എങ്ങനെ ഫുട്ബോൾ എന്ന് പേര് വന്നത്? എന്താ? ഫുട്ബോൾ ശബ്ദ് അംഗ്രേജി കെ 2 ശബ്ദോ ഫുട് തഥാ ബോൾ സെ മിൽക്കർ ബനാ ഹെ. ഫുട്ബോളിൻ്റെ ആ പേരെന്ന് പറയുന്നത് അംഗ്രേജി, ഇംഗ്ലീഷിലെ 2 വാക്കുകളാണ്, ഫുട്ടും ബോളും. ഫുട്ട് കാ അർത്ഥ ഹെ പയർ. ഫുട്ടിൻ്റെ അർത്ഥം എന്തുവാ? നമ്മുടെ കാലെന്നാണ്. ബോൾ കാ അർത്ഥ ഗേന്ദ്. ബോളിൻ്റെ അർത്ഥം എന്തുവാ? പന്ത്. അർത്ഥാത് അങ്ങനെയാണെങ്കിൽ ऐसी गेंदों जो पैरों के द्वारा खेली जाती है. കാലുകൊണ്ട് ഇങ്ങനെ കളിക്കുന്ന ഈ കളിയെ ഇസിലിയെ ഇസെ ഫുട്ബോൾ കഹത്തെ ഹെ. കാലുകൊണ്ടല്ലേ ഫുട്ബോൾ അടിക്കുന്നത്, കാലുകൊണ്ടല്ലേ ആ പന്ത് കളിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് വിളിക്കുന്നത്? ഫുട്ബോൾ എന്ന് വിളിക്കുന്നത്. ഇനി എന്താ? ऐसे खेलों के नाम बताओ जिनमें बॉल या गेंद का ഇസ്തമാൽ കർത്തെ. എന്ത് ഇസ്തമാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കുക. ഏതൊക്കെയാണ്? പിറ്റു, ടെന്നീസ്, ക്രിക്കറ്റ്, ടേബിൾ ടെന്നീസ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കളികളാണ്, നിങ്ങളെല്ലാം ഡെയിലി കളിക്കുന്ന കളികളുമാണ്. ഇനി ഓർത്ത് നോക്കി, ഇതല്ലാതെ വേറെ പന്ത് കൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ കളിക്കുന്ന കളികൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും എഴുതുക. ഇനി എന്താണ്? സർദിയോം കാ മൗസം ചാരോ ഓർ कोहरा ही कोहरा. गर्मियों का मौसम चारों ओर धूप ही धूप. उदाहरण के अनुसार शब्दों को उल्टा कर लिखो. എന്തുവാ? സർദിയോം കാ മൗസം ചാരോ ഓർ കൊഹരാ ഹി കൊഹര. തണുപ്പുള്ള സമയത്ത് 4 വശത്തും എന്താണ്? ഭയങ്കരമായ മൂടൽമഞ്ഞാണ്. ഗർമിയോം കെ മൗസം ചൂടുള്ള സമയത്ത് 4 വശത്തും എന്തുവാ? ധൂപ് ഹി ധൂപ്, വെയിൽ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഉൾട്ടാക്കർ ലിഖോ. ഉൾട്ടാക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചെഴുതുക. എന്താ? ഷേർ കെ ബച്ച ഫിർസെ ഉച്ചൽനേക്കോ കഹ് രഹാ താ. ഉച്ചാലിനേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലേക്ക് എറിയാൻ വേണ്ടി ആര് പറഞ്ഞു? സിംഹത്തിൻ്റെ കുട്ടി പറഞ്ഞുകൊണ്ടേയിരുന്നു. അതിനെ എങ്ങനെ തിരിച്ചെഴുതുന്നത്? ഷേർ കെ ബച്ച ഫിർസെ എന്തുവാ? ഹവാമേ ഫേക്കിനേക്കോ കഹ് രഹാ താ. എന്തുവാ? ഷേർ കെ ബച്ച് ഫിർസെ ഹവാമേ ഫേക്കിനേക്കോ കഹ് രഹാ താ. അതായത് മുകളിലേക്ക് എറിയാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് ഇരുന്നു. അടുത്ത എന്തുവാ? പേടിക്ക് ഏക് ഡാൽ പകള്ളി. പേടിക്ക് ഏക് ഡാൽ ലപക് ദി. പേടിക്ക് ഏക് ഡാൽ, ഒരു ശിഖരത്തിൽ എന്തോ എടുത്തു? പിടിച്ചു. അടുത്ത എന്താണ്? ठंड से बचने के लिए शेर का बच्चा गोल मटोल सिमट कर बैठ गया था. तुम्हारे विचार से शेर के बच्चा ठंड से बचने के लिए और क्या क्या कर सकता था? ठंड से बचने के लिए शेर का बच्चा गोल मटोल सिमट कर बैठ गया था. അതായത് തണുപ്പിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി സിംഹത്തിൻ്റെ കുഞ്ഞ് വളരെയധികം ചുരുണ്ടുകൂടി ഒരിടത്തിരുന്നു.
തുമാരെ വിചാർ സെ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഷേർ കെ ബച്ച ठंड से बचने के लिए और क्या क्या कर सकता था. അങ്ങനെയാണെങ്കിൽ സർദിയിൽ നിന്നും അതായത് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സിംഹത്തിൻ്റെ കുട്ടി ബാക്കി വേറെ എന്തെല്ലാം ചെയ്യാമായിരുന്നു. വഹ അപ്പനെ മാതാപിതാക്കെ മധ്യ ജാക്കർ बैठ सकता था. നമുക്ക് തണുക്കുന്ന സമയത്ത് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ അടുത്ത് പോയി ഇരിക്കും. ഖേൽ सकता था. അവൻ കുറച്ച് നേരം കളിക്കാമായിരുന്നു. എന്തുകൊണ്ട്? ക്യോങ്കി ഖേൽനെ സെ ഊർജ നികൽത്തി ഹെ ജിസ്സെ ടണ്ട് നിഹി ലഗ്തി. നമ്മൾ ഓടുമ്പോഴും ചാടുമ്പോഴും നമ്മുടെ ശരീരം എന്ത് കൊടുക്കും? ചൂടാകുമ്പോൾ നമുക്ക് പുറത്തുള്ള തണുപ്പ് വലുതായിട്ട് അനുഭവപ്പെടുത്തില്ല. ധൂപ്പ് മേ ബൈഠ് സക്താ ഥാ. അവൻ പോയി ധൂപ്പ് എന്ന് വെച്ചാൽ എന്തോ വെയിലത്ത് പോയി ഇരിക്കാമായിരുന്നു. ക്യോങ്കി ഇസ്സെ വി അമ്മയെ ഗർമി മിൽത്തി ഹെ. വെയിലത്ത് പോയിരുന്നു കഴിഞ്ഞാൽ ചൂട് വരത്തില്ലേ? ചൂട് വരും. ഓക്കെ. शेर के बच्चे ने घर जाकर अपने माता पिता को अपनी कहानी सुनाई. उसने क्या क्या सुनाया होगा बताओ. സിംഹത്തിൻ്റെ കുട്ടി വീട്ടിൽ തിരികെ ചെന്നതിന് ശേഷം അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് നടന്ന കഥകൾ പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ അവൻ ഏതൊക്കെ കാര്യങ്ങളായിരിക്കും പറഞ്ഞിട്ടുള്ളത്? എന്തൊക്കെയായിരിക്കും? ഉസ്നെ സുനായ ഹോഗ കി ആജ് വഹ് മുസീബത്ത് മേം ഫസ്തേ ഫസ്തേ രേഖയ. അന്ന് വളരെ വലിയൊരു കുഴപ്പത്തിൽ നിന്നും രക്ഷപ്പെട്ട് വന്നിരിക്കുകയാണ്. ഭാലുവിനെ ഉസ്സെ ഫുട്ബോൾ സമജ്കർ ഉച്ചാലാ ഥാ. ഭാലു ഉണ്ടല്ലോ, കരടിക്കുട്ടൻ എന്നെ ഫുട്ബോൾ ആണെന്നും പറഞ്ഞുകൊണ്ട് പൊക്കി കാലുകൊണ്ട് അടിച്ചു. പെഹലെ തോ ബഹു ഭാലു കി ഇസ് ഹർക്കത്ത് സെ ഘബരാ ഗയ. ഈ ഒരു ഭാലു ചെയ്ത കാര്യം കൊണ്ട് ഞാൻ ആദ്യം അങ്ങ് പേടിച്ചു പോയി. ബാദ്യമേ ഭാലു ക ഐസേ കർണ ഉസെ ആനന്ദ് ദേനെ ലഗ. ആദ്യം പേടിച്ചെങ്കിലും പിന്നീട് ഇങ്ങനെ ചെയ്തത് കണ്ടപ്പം, ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങുന്ന കണ്ടപ്പം വീണ്ടും ഇങ്ങനെ പൊങ്ങണമെന്ന് ആർക്ക് തോന്നി? സിംഹക്കുട്ടിക്ക് തോന്നി. കുച്ച് ദേർ ബാദ് ഭാലു തക് ഗയ ഔർ ഉസെ ഉച്ചാൽക്കർ ഭാഗ് ഗയ. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ കരടിക്കുട്ടൻ വളരെയധികം ക്ഷീണിച്ചു. എന്നിട്ട് ഒരു വെട്ടവും കൂടെ മുകളിലോട്ട് എറിഞ്ഞിട്ട് കരടിക്കുട്ടൻ അവൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോയി. ഭാലുക്കെ ജാത്തേ ഹി ഭാഗ് ക മാലിക് പഹുഞ്ച. എന്തോ ഭാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂന്തോട്ടം. പൂന്തോട്ടത്തിൻ്റെ തോട്ടക്കാരൻ അവിടെ എത്തി. ഉസ്സെ ഹർജാന മാംഗനെ ലഗ. ഹർജാന എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാ? ഹർജാന എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പൻസേഷൻ, നഷ്ടപരിഹാരം കൊടുക്കാൻ പറഞ്ഞു. പരന്തു വഹ് ഭാഗ്യക്കെ മാലിക്കോ ചക്മ ദേക്കർ ഭാഗ് ആയ. പക്ഷേ എന്തോടുത്തു? ഭാഗിൻ്റെ, അതായത് തോട്ടക്കാരനെയും പറ്റിച്ചിട്ട് ആരവിടുന്ന് കടന്നുപോയി? നമ്മുടെ സിംഹക്കുട്ടി കടന്നുപോയി. അപ്പോൾ ഇതായിരിക്കും സിംഹക്കുട്ടി അവൻ്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞ കഥ. ഇനി എന്താണ്? ठंड से बचना. എന്തുവാ? സർദിയിൽ നിന്നും അല്ലെങ്കിൽ തണുപ്പിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഭാലുവിനെ ठंड से बचने के लिए फुटबॉल खेलने की बात सोची. तुम ठंड से बचने के लिए क्या क्या करते हो? ടിക്ക നിഷാൻ ലഗാവോ. ഇത് നിങ്ങൾ എന്തൊക്കെയാണ് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഏതൊക്കെ മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്? ഒന്ന് ഏതായിരിക്കും? ഗരം കപ്പടെ പെഹൻകർ ഘർ മേ ബൈഠത്തി ഹോ. ഇത് ഗരം കപ്പടെ, ചൂട് വസ്ത്രങ്ങളൊക്കെ ധരിച്ച് വീട്ടിൽ ഇരിക്കും. അടുത്ത എന്തുവാ? രജായി ഓടുത്തി ഹോ. എന്തോ രജായി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതപ്പില്ല, അതേപോലെ പഞ്ഞികൾ കൊണ്ടുണ്ടാക്കിയ വലിയൊരു കട്ടിയുള്ള ഒരു തുണിയാണ് രജായി എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് മൊത്തം പഞ്ഞിക്കെട്ടായിരിക്കും, നല്ല സ്പോഞ്ച് പോലെ ഇരിക്കും. അപ്പോൾ ആദ്യം ഇങ്ങനെ മേളിലോട്ട് വലിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്തെടുക്കത്തില്ല, നമുക്ക് തണുക്കത്തില്ല. പിന്നെ അടുത്ത എന്തുവാ? ആഗ് താപ്തി ഹോ. ആഗ് താപന എന്ന് വെച്ച് കഴിഞ്ഞാൽ തീയുടെ അടുത്ത് പോയിരുന്ന് തീ കായുക എന്ന് പറയും. അടുത്ത എന്തുവാ? ഗരം പാനിമേ നാത്തി ഹോ. ചൂട് വെള്ളത്തിൽ കുളിക്കും. പിന്നെന്തുവാ? ഗരം ചായ പീത്തി ഹോ. ഇതൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്യുന്നില്ല. തണുപ്പുള്ള സമയത്ത് നമ്മളെന്ത് കൊടുക്കും? ചൂട് ചായ കുടിക്കും, ചൂട് വെള്ളത്തിൽ കുളിക്കും, അല്ലെങ്കിൽ തീ ഉണ്ടെങ്കിൽ തീയുടെ അടുത്ത് പോയിരിക്കും, വലിയ കട്ടിയുള്ള പുതപ്പെടുത്ത് നമ്മൾ ചൂടും, അല്ലെങ്കിൽ നമ്മൾ നല്ല കപ്പടയെ, അത് ശരീരം മൊത്തം മറിഞ്ഞു കിടക്കുന്ന നല്ല കട്ടിയുള്ള കപ്പടയൊക്കെ ഇട്ട് വീട്ടിൽ തന്നെ ഇരിക്കും, വെളിയിലോട്ടൊന്നും പോകാതെ. ഇതോടുകൂടി ഈ പാഠം ഇവിടെ അവസാനിക്കുകയാണ്. ഈ പാഠത്തെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുണ്ട് എങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഞാനതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും.
ബൈ ബൈ കുട്ടികളെ.